ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ സയൻസ് ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാര്? ആൻസർ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. 2. ഒരിക്കൽ വിത്ത് മുളച്ചുണ്ടായ സസ്യത്തിൽ നിന്നും ലഭിക്കുന്ന വിത്തുകൾ മുളക്കാത്ത രീതിയിൽ ജനിതക മാറ്റം വരുത്തിയ ബീഡി വിത്തുകൾ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നു. ആ പേരെന്താണ്? ആൻസർ അന്തക വിത്തുകൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യന്, മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിനു കാരണമായ പദാർത്ഥമേത്? ആൻസർ ലൂസിഫെറിൻ. 4. തീ കെടുത്താൻ സഹായിക്കുന്ന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ തീ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന സ്ഥലം? കോട്ടയം. 6. മലേറിയ പരത്തുന്ന ജീവി? കൊതുക്. 7. ആപ്പിളിലെ ആസിഡ് ഏത്? മാലിക് ആസിഡ്. 8ാമത്തെ ക്വസ്റ്റ്യന്, വൈദ്യുതിയുടെ ചാലകമായ അലോഹം ഏത്? ആൻസർ ഗ്രാഫൈറ്റ്. 9ാമത്തെ ക്വസ്റ്റ്യന്, വാഹനങ്ങളിൽ റിയർ വ്യൂ ഗ്ലാസ്സായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? കോൺവെക്സ് ദർപ്പണം. നെക്സ്റ്റ്, എല്ലാ ആസിഡിലുമുള്ള ആറ്റം ഏത്? ഹൈഡ്രജൻ. 1. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? ആൻസർ സോഡിയം ഹൈഡ്രോക്സൈഡ്. 12. ചാന്ദ്രദിനം ആഘോഷിക്കുന്നത് ഏത് ദിവസം? ജൂലൈ 21. സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം? ഓക്സിജൻ. സസ്യങ്ങൾ പകൽ സമയത്ത് ആഹാര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുന്നു. 4ാമത്തെ ക്വസ്റ്റ്യന്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടത്തുന്ന ജില്ല ഏതാണ്? പാലക്കാട്. 15. ധവള പ്രകാശത്തിൽ എത്ര വർണ്ണങ്ങളുണ്ട്? 7. പ്രകൃതിയിൽ കാണപ്പെടുന്നതും ആസിഡോ ആൽക്കലിയോ അല്ലാത്തതുമായ ദ്രാവകം ഏതാണ്? ആൻസർ ജലം. 17. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. 18. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത്? സൂര്യൻ. നെക്സ്റ്റ്, മുണ്ടകൻ എന്നത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ്? ആൻസർ നെല്ല്. 5ാമത്തെ ക്വസ്റ്റ്യന്, കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? ഓക്സിജൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. മംഗൾയാൻ ദൗത്യം ഏത് ഗ്രഹത്തെക്കുറിച്ച് അറിയാനാണ്? ആൻസർ ചൊവ്വ. ചൊവ്വയെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച പേടകമാണ് മംഗൾയാൻ. അതുപോലെ ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ചതാണ് ചന്ദ്രയാൻ. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ചത് ആദിത്യ L1. അതുപോലെ 2035 ഇന്ത്യ ബഹിരാകാശ നിലയം സ്ഥാപിക്കുകയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തിൻ്റെ പേരാണ് ഭാരതീയ അന്തരീക്ഷ ഭവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? പള്ളിവാസൽ. 23. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമുള്ള വാതകം? നൈട്രജൻ. ഒരു ജീവിയുടെ അതേ ഗുണങ്ങളുള്ള ജീവികളെ സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത് ക്ലോണിംഗ്. 5ാമത്തെ ക്വസ്റ്റ്യന്, ജലത്തിൻ്റെ സാന്ദ്രത? 1 ഗ്രാം. 28. തമിഴ്നാട്ടിൽ പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കിയ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൂടംകുളം. ശബ്ദം ഉപയോഗിച്ച് ആന്തരിക അവയവങ്ങളുടെ ചിത്രമെടുക്കുന്ന സംവിധാനം? ആൻസർ അൾട്രാസൗണ്ട് സ്കാനിങ്. 28. വിമാനങ്ങളുടെ വേഗത രേഖപ്പെടുത്തുന്നത് ശബ്ദത്തിൻ്റെ വായുവിലുള്ള 1 സെക്കൻഡ് വേഗതയിലാണ്. ഈ അളവിന് പറയുന്ന പേര്? 1 മാക്ക് നമ്പർ. 29. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം? ആൻസർ ശുക്രൻ. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം? പ്രോക്സിമ സെഞ്ചുറി. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.